അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ ഭീഷണിക്ക് പിന്നാലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മോസ്കോയിലെത്തി. ഇന്ത്യയും റഷ്യയുമായുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയാണ് ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യം. ട്രംപിന്റെ ഭീഷണിയൊന്നും കേട്ടുകൊണ്ട് യാതൊരു യുക്തിയുമില്ലാത്ത കാര്യങ്ങൾ വെള്ളം തൊടാതെ വിഴുങ്ങി റഷ്യയെ ഒറ്റപ്പെടുത്താൻ ഇന്ത്യ തയ്യാറല്ല. മാത്രവുമല്ല, കൂടെ നിൽക്കുന്നതിന് റഷ്യ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സമ്മാനങ്ങൾ ചെറുതല്ല. അതൊക്കെ മിക്കതും റഷ്യയുടെ വൻ ആയുധ ശേഖരണങ്ങളും യുദ്ധോപകരണങ്ങളും ഒക്കെയാണ്. അത് നേടിക്കഴിഞ്ഞാൽ സൈനികപരമായും ഇന്ത്യ വലിയ കുതിച്ചുചാട്ടം നടത്തും. മാത്രമല്ല, ക്രൂഡ് ഓയിൽ ഇപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യക്ക് ഇനിയും നൽകാൻ പോലും റഷ്യ തയ്യാറാണ്. അതോടെ ഇന്ത്യ സാമ്പത്തികമായും വലിയ കുതിച്ചുചാട്ടം നടത്തും. അതുകൊണ്ടൊക്കെ തന്നെ റഷ്യയെ അമേരിക്കയ്ക്ക് വേണ്ടി തള്ളിപ്പറഞ്ഞാൽ അത് ഇന്ത്യക്ക് വലിയ നഷ്ടങ്ങളാകും ഉണ്ടാക്കിയേക്കുക എന്ന വ്യക്തമായ ബോധ്യം നരേന്ദ്രമോദിക്കുണ്ട്. അതിനു പുറമെ ഇന്ത്യക്ക് മേൽ 25% നികുതി എന്ന വാൾ തൂങ്ങിക്കിടക്കുമ്പോഴും റഷ്യയിൽ ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യ, അതും അമേരിക്ക പോലൊരു രാജ്യത്തിന്റെ ഭീഷണി വകവയ്ക്കാതെ പോകണമെങ്കിൽ കുറഞ്ഞ ധൈര്യമൊന്നുമല്ല വേണ്ടത്. പണ്ടത്തെ ഒരു സിനിമാ ഡയലോഗ് പോലെ ചാൾസ് ശോഭാരാജിൽ മാത്രമേ ഈ ധൈര്യം കണ്ടിട്ടുള്ളൂ. ഇന്ത്യക്ക് അങ്ങനെ ആരുടെയും ചൊൽപ്പടിക്ക് നിൽക്കേണ്ട കാര്യമില്ല എന്ന് പരസ്യമായി വെല്ലുവിളിച്ച് തെളിയിക്കുകയാണ് ഇന്ത്യ. ആരെയും അങ്ങോട്ട് കയറി ആക്രമിക്കാൻ ഇന്ത്യ ഒരുക്കമല്ല എന്ന് കരുതി നേർക്കുവരുന്ന ശത്രുവിനെ സൽക്കരിക്കേണ്ട ഗതികേടും ഇന്ത്യക്കില്ല. ട്രംപിന്റെ നയങ്ങളോടുള്ള പരസ്യമായ വെല്ലുവിളി തന്നെയാണ് മോദി റഷ്യൻ സന്ദർശനത്തിന് അനുവാദം കൊടുത്തതിലൂടെ നടത്തിയത്. ഇന്ത്യൻ ജനതയുടെ ഉന്നമനം, ഇന്ത്യയുടെ പുരോഗതി, ഈ രണ്ടു കാര്യങ്ങൾക്കും ഉതകുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ മാത്രമേ ഇന്ത്യ ഉറച്ചു നിൽക്കൂ എന്ന് നേരത്തെ തന്നെ മോദി വ്യക്തമാക്കിയിരുന്നു. അതിന് റഷ്യയുമായുള്ള ബന്ധമാണ് കൂടുതൽ ഉചിതമെങ്കിൽ ഇന്ത്യ അത് നിലനിർത്താൻ തന്നെയാണ് ശ്രമിക്കുന്നത് എന്ന് കരുതി അമേരിക്കയുമായി ശത്രുതാ മനോഭാവവും ഇന്ത്യ വെച്ച് പുലർത്തുന്നില്ല എന്നതാണ് വാസ്തവം. അത് മനസ്സിലാക്കാത്ത ട്രംപിന്റെ ഭ്രാന്തൻ നയങ്ങളെ അവജ്ഞയോടെ തള്ളിക്കളയുകയല്ലാതെ രക്ഷയില്ല ഇന്ത്യക്ക്. ഈ മാസം തന്നെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും റഷ്യൻ സന്ദർശനം നടത്തും. ഈ യാത്ര മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ളതാണെങ്കിലും US പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ നീക്കങ്ങളെ തുടർന്ന് ഡോവലിന്റെ സന്ദർശനം വലിയ പ്രാധാന്യമുള്ളതായി തീർന്നിരിക്കുകയാണ് ഇപ്പോൾ. CNBCക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ തുടർന്നാൽ ഇറക്കുമതി തീരുവ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് ട്രംപ് വീണ്ടും ഭീഷണി മുഴക്കിയത്. അതിനിടയിൽ ഇന്ത്യക്ക് അധിക തീരുവ നടപ്പാക്കാനുള്ള തീരുമാനം ഇന്നുണ്ടാകില്ല എന്നും വിശദമായ പ്രതികരണം പിന്നീടെന്നുമാണ് ട്രംപ് ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്. തീരുമാനം റഷ്യയുമായുള്ള ചർച്ചകൾക്ക് ശേഷമേ ഉണ്ടാവുള്ളൂ എന്നാണ് വിശദീകരണം. വ്യാപാര കരാറിന്റെ കാര്യം അതത് രാജ്യത്തിന്റെ തീരുമാനമാണെന്ന് റഷ്യ പ്രതികരിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ മലക്കമറിച്ചിൽ. ഇന്ത്യ ഒരിക്കലും ഒരു നല്ല വ്യാപാര പങ്കാളിയല്ല. അവർ ഞങ്ങളുമായി ധാരാളം വ്യാപാരം നടത്തുന്നുണ്ട്, പക്ഷേ ഞങ്ങൾ അവരുമായി വ്യാപാരം നടത്തുന്നില്ല. അതിനാൽ 25% തീരുവ എന്നതിൽ നിർത്തിയതാണ്. പക്ഷേ അടുത്ത 24 മണിക്കൂറിൽ അത് ഗണ്യമായി ഉയർത്താനാണ് തീരുമാനം. കാരണം ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുകയാണ് എന്നാണ് ട്രംപ് പറഞ്ഞത്. നേരത്തെയും ഇന്ത്യയുടെ താരിഫ് വർദ്ധിപ്പിക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. റഷ്യയിൽ നിന്ന് ഇന്ത്യ വൻതോതിൽ എണ്ണ വാങ്ങുകയാണെന്നും യുക്രൈനിൽ എത്ര പേർ കൊല്ലപ്പെടുന്നു എന്നത് അവർ കാര്യമാക്കുന്നില്ല എന്നുമാണ് അന്ന് ട്രംപ് ആരോപിച്ചത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച